ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാനങ്ങ് തിരിച്ച് അച്ഛൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. രാവിലെ ഒരു 7 മണി ടൈമൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അമ്മയും പപ്പയും കാണാനില്ല. അമ്മയും പപ്പയും താഴെ വയലാണല്ലോ, അപ്പോൾ അവിടെ ചീനി പിഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇല ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. വന്ന പാടെ അമ്മയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഇട്ട് തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 കൊച്ചുങ്ങൾ സ്കൂൾ യൂണിഫോമിലൊക്കെ നടന്നു പോകുന്ന കേട്ടോ. നല്ല രസമുണ്ട് പോകുന്നതാണ്. അമ്മ ഇവിടെ കുഞ്ഞിപ്പെണ്ണ് വരുമ്പം എന്തെങ്കിലും കുറുക്കിയൊക്കെ കൊടുക്കണ്ടേ രാവിലെ, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അമ്മ വെച്ചേക്കുന്നതാണ് ഏത്തയ്ക്കാപ്പൊടി. കുഞ്ഞുവിനുള്ള കുറുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തണുക്കാനായിട്ട് വെച്ചേക്കുക കേട്ടോ. നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട്. ചീര എവിടുന്നാ കിട്ടിയേ? അത് കടയിൽ നിന്ന് വാങ്ങിച്ച് ഇന്നലെ നമ്മള് റാസയ്ക്ക് പോയപ്പോ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പച്ചച്ചീര, ചുവന്ന ചീര. ശരിക്കും ഓമയ്ക്ക് നിപ്പുണ്ട് കേട്ടോ. ഇതൊരു മരം, ഇത് 2ാമത്തെ വരും, പിന്നെ 3ാമത്തെ വരം നാണ്ട കണ്ട. ഇനിയില്ലേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും ഇല്ലേ ഓമ മരം, ഒടിഞ്ഞു പോയോ? കഴിക്കൊണ്ടിരുന്നതാണ്. പോയിട്ട് അമ്മ എടുക്കുമെന്ന് പറഞ്ഞേ. അങ്ങനെ എടുത്തുകൊണ്ട് നിന്നിട്ടപ്പോൾ പാത്രം കഴുകുന്നതാണ്. ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. രാവിലെ നമ്മുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴങ്കഞ്ഞിയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പഴങ്കഞ്ഞി മതിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, അതും പിന്നെ മുളകും ഒക്കെ ഇട്ട്. ഉണ്ടമുളകിൻ്റെ സീസൺ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ പച്ചക്കറി മേടിക്കുമ്പം കിട്ടുന്ന മുളകുണ്ടല്ലോ, അതും ഇട്ട് നല്ലതായിട്ട് ഞെവിടിയിട്ട് ഇച്ചിരി ബീഫ് കറിയും കൂടെ എങ്ങനകത്തോട്ട് ഇട്ടിട്ട് എൻ്റെ പൊന്നോ ഒരു പിടി പിടിച്ച് പൊളിയായിരുന്നു കേട്ടോ. ഈ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മഴയാണെങ്കിൽ നല്ല വെയിലാട്ടോ. അതുകൊണ്ട് ഈ നിൽക്കുന്ന എല്ലാം ചീനിയാണ്. ഇവരിപ്പം കുറേ ആയിട്ട് പിഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവർ വാഴ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങും. വാഴ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ചീനിയായിരിക്കും. അപ്പം ഞാനിവിടെ നിന്നതുകൊണ്ട് എനിക്കറിയാം കേട്ടോ. നമ്മൾ താഴെ വയലിൽ പോയിട്ടാണ് പോച്ചയൊക്കെ പറിച്ചിരുന്നത്. ഇവിടെ അമ്മയും പപ്പയും കൂടെ പോയി പോച്ച പറിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അതുകൊണ്ട് രാവിലെ പോയി പോച്ചയൊക്കെ പറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പോച്ചയ്ക്ക് ക്ഷാമമില്ല കേട്ടോ. നമ്മളാണെങ്കിൽ പപ്പായ ഷേക്ക് അടിച്ചായിരുന്നു കേട്ടോ. നൈസ് ടേസ്റ്റായിരുന്നു. അത് കുടിച്ചുകൊണ്ട് പുറത്തിങ്ങനെ നിന്ന് കാര്യമൊക്കെ പറയായിരുന്നു. ഇപ്പം അകത്തോട്ട് കയറുകയാണ്. തീർന്ന് ഫുള്ള് കുടിച്ചായിരുന്നു. അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അമ്മ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പപ്പ വന്നു. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. കുഞ്ഞു ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവൾ ഇനി എഴുന്നേൽക്കുമ്പോൾ അവൾക്കുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡെന്ന് പറയുന്നത് നല്ല ചീര തോരൻ, ചുമന്ന ചീര ഉണ്ടല്ലോ, അതിൻ്റെ തോരനും ചമ്മന്തിയും പിന്നെ ബീഫ് കറിയും പിന്നെ നമ്മുടെ മെയിൻ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഓമയ്ക്ക ഉണ്ടല്ലോ, കപ്പയ്ക്ക പപ്പായ എന്നൊക്കെ പറയും, അതിൻ്റെ കറിയാണ് ആക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി കഴിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മുടെ പറമ്പിൽ തന്നെ അത്യാവശ്യം കൃഷികളൊക്കെ അമ്മയും പപ്പയോട് ചെയ്യുന്നുണ്ട്. പപ്പയാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊലയൊക്കെ വെട്ടി തന്നു. നല്ല വിളഞ്ഞ കൊലയാണ്, പാളാന്തോടൻ പഴമാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതും പിന്നെ ഓമയ്ക്കൊക്കെ വെട്ടി തന്നു. ഈ ചാക്ക് കൊണ്ടുവന്നത് ഗോതമ്പൂരിയാണ് പശുവിന് കൊടുക്കാൻ വേണ്ടി. 1700 രൂപയാണ്. 4 ദിവസം ഓടത്തുള്ളൂ. പിന്നെ അമ്മയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ചായയൊക്കെ ഇട്ട് ഇരുന്നുണ്ട് കേട്ടോ. അപ്പം ചായ ഇടുന്ന പരിപാടിയിലാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീടിനോടും അമ്മയ്ക്കും ഒക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. പോകുമെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലയെന്ന് വിചാരിച്ചിട്ടങ്ങ് ഇരുന്നാട്ടോ. പപ്പയാണ് നമ്മളെ കൊണ്ടാക്കണേ. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ മറക്കാതെ ചെയ്യണേ.